ബാലേന്ദ്രൻ, എന്താ ഓർമ്മ കിട്ടണില്ലേ? രാധാകൃഷ്ണൻ നായർ. ഇങ്ങനൊരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചില്ല. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. അതല്ലേ ഈശ്വരന്റെ ഒരു കളി. ഇന്നലെ രാത്രി കണ്ടപ്പോ മനസ്സിലായില്ലെങ്കിലും എവിടെയോ കണ്ടു മറന്ന പോലൊരു തോന്നല്. നല്ല പരിചയം. എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. 10-16 വർഷമായില്ലേ. ജീവിച്ചിരിക്കണ്ടാവും എന്നെ വിചാരിച്ചിട്ടില്ല. പഴയ ബാലേന്ദ്രൻ ജീവിച്ചിരിക്കുന്നില്ല. എങ്ങനെ ഈ വേഷത്തിൽ എത്തിപ്പെട്ടു? അന്ന് ഞാൻ മനസ്സിൽ ഒരു ആത്മഹത്യയായിരുന്നു പ്രെഡിക്റ്റ് ചെയ്തത്. അതും ശ്രമിക്കാതിരുന്നില്ല. പല വേഷങ്ങളും കെട്ടി നോക്കി. നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു പിടിക്കാൻ. കള്ളക്കടത്ത്, കള്ളച്ചൂത്, കള്ളച്ചാരായം, അങ്ങനെ പറയാൻ അറയ്ക്കുന്നത് പലതും. കിട്ടിയത് രോഗങ്ങൾ, കരള്, തലച്ചോറ് എല്ലാം തകർന്നു. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിർമ്മലയും മോളും തിരുവനന്തപുരത്താ കൃഷ്ണേട്ടൻ്റെ കൂടെ. മതി, എന്നോടൊന്നും പറയരുത്. എനിക്കൊന്നും അറിയണ്ട. അറിയണ്ടെന്നോ? അതെ, അറുത്തിട്ട് വറുത്തിട്ട് മറ്റു പോകാത്ത ആ ചരട് പൊട്ടിച്ചെറിയാനാണ് ഞാനിവിടെ വന്നത്. നോക്ക്, ഉപേക്ഷിക്കാനോ വിൽക്കാനോ കഴിയാതെ എന്നെ എന്നും പിറകോട്ട് വലിക്കുന്ന ഈ മുത്ത് ഇത് ഈ സാഗരങ്ങൾക്ക് സമർപ്പിക്കണം. സ്വതന്ത്രനായി തിരിച്ചു പോകണം. അതോടെ എല്ലാ അറ്റുപോവോ ബാലേന്ദ്ര? ബാലചന്ദ്രനല്ല, ഇപ്പോ ആത്മചൈതന്യ. ദയവ് ചെയ്തെന്റെ മനസ്സിന്റെ ശാന്തത തകർക്കരുത്. 10-16 വർഷമായിട്ട് ഒരു സ്ത്രീ നിങ്ങളെ ഓർത്ത് ഉരുകി ഉരുകി കഴിയുന്നുണ്ട്. അവരുടെ കണ്ണീരുണങ്ങാതെ ഏത് ഈശ്വരനാണ് നിങ്ങൾക്ക് ശാന്തത തരിക? പ്ലീസ്, ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാലം കഴിഞ്ഞു. ഈ ജീവിതത്തിൽ ഞാൻ സുഖവും സമാധാനവും കണ്ടെത്തുന്നു. എന്നെ വെറുതെ വിടണം. ഞാൻ അപേക്ഷിക്കുകയാണ്. ഓ ശരി ശരി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ സുഖം നഷ്ടപ്പെടുത്തണ്ട. എന്ന് മടങ്ങും? കഴിഞ്ഞാൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ. നാളെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വിവാഹത്തിന് ക്ഷണിക്കുന്നു. എന്റെ ഭാര്യയുടെ അനുജത്തി നിർമ്മലയുടെ മകൾ ഇന്ദുവിന്റെ വിവാഹമാണ്. സൗകര്യപ്പെട്ടാൽ വരണം.